ഭക്തിയുടെ നിറവിൽ അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളുടെ എഴുന്നള്ളത്ത് ശബരിമല സന്നിധാനത്ത് നടന്നു. ഇരു സംഘങ്ങളും എരുമേലിയിൽ പേട്ട തുള്ളിയ ശേഷമാണ് സന്നിധാനത്ത് എത്തിയത്. അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങൾ അയ്യപ്പസ്വാമിയുടെ പോരാളികളാണെന്നാണ് വിശ്വാസം. ആചാരപ്രകാരമാണ് ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ഇരു സംഘങ്ങളും ശബരിമല സന്നിധാനത്ത് ദീപാരാധനയ്ക്ക് മുമ്പായി എഴുന്നള്ളത്ത് നടത്തുന്നത്. അമ്പലപ്പുഴ സംഘമാണ് ആദ്യം എഴുന്നള്ളത്ത് നടത്തിയത്. മാളികപ്പുറത്ത് നിന്നും 18-ാം പടി വരെയായിരുന്നു ശീവേലി എഴുന്നള്ളത്ത്. മാളികപ്പുറം മേൽശാന്തിയാണ് മണിമണ്ഡപത്തിൽ നിന്നും ജീവത പൂജിച്ചു നൽകിയത്. തുടർന്ന് തിരുവാഭരണത്തിനൊപ്പം കൊണ്ടുവന്ന കൊടിക്കൂറകളുടെ അകമ്പടിയോടെ എഴുന്നള്ളത്ത് 18-ാം പടിക്ക് മുന്നിലെത്തി കർപ്പൂര ആരതി നടത്തി അമ്പലപ്പുഴ സംഘം മാളികപ്പുറത്തേക്ക് മടങ്ങിപ്പോയി. തൊട്ടു പിന്നാലെ ആലങ്ങാട്ട് സംഘത്തിന്റെ എഴുന്നള്ളത്ത് തുടങ്ങി. ആലങ്ങാട്ടെ സംഘം ശ്രീധർമ്മശാസ്താവിന്റെ പിതൃസ്ഥാനീയരാണെന്നാണ് സങ്കല്പം. കണ്ണെഴുതി വെള്ള വസ്ത്രം ധരിച്ച് കർപ്പൂരത്താലമേന്തിയാണ് ആലങ്ങാട്ട് സംഘം എഴുന്നള്ളത്ത് നടത്തിയത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ 18-ാം പടിക്ക് മുന്നിലെത്തി കർപ്പൂര ആഴി സമർപ്പിച്ച ശേഷം ആലങ്ങാട്ട് സംഘവും ചടങ്ങുകൾ പൂർത്തിയാക്കി. മാളികപ്പുറത്തെ ഗുരുതിയും കണ്ട് ഉപചാരം പറഞ്ഞ് പേട്ട സംഘങ്ങൾ മലയിറങ്ങും. ശബരിമല സന്നിധാനത്തു നിന്ന് സജി തറയിലും അനന്തൂനുമൊപ്പം ഡി ബിനോയ്, കേരള വിഷൻ ന്യൂസ്. മകരവിളക്ക് കഴിഞ്ഞിട്ടും തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പ ദർശനത്തിനായുള്ള തിരക്ക് തുടരുന്നു. തിരുവാഭരണ ദർശനം ഈ മാസം 19 വരെ തുടരും. മകരവിളക്ക് കഴിഞ്ഞിട്ടും ശബരിമല സന്നിധാനം തിരക്കിലാണ്. ആഭരണ വിഭൂഷിതനായ അയ്യപ്പ ദർശനത്തിനു വേണ്ടിയുള്ള തിരക്ക് തുടരുകയാണ്. ഈ മാസം 19 വരെ ഭക്തർക്ക് തിരുവാഭരണ ദർശനത്തിനുള്ള അവസരം ഉണ്ട്. ശബരിമല സന്നിധാനത്തെ പ്രധാന വഴിപാടായ നെയ്യഭിഷേകം 18-ന് അവസാനിക്കും. തുടർന്ന് നടക്കുന്ന കളഭാഭിഷേകത്തോടെ ഈ തീർത്ഥാടനകാലത്തെ എല്ലാ അഭിഷേകങ്ങളും പൂർത്തിയാകും. 19-ന് ദീപാരാധന സമയത്തും തിരുവാഭരണങ്ങൾ ചാർത്തും. അന്ന് വൈകുന്നേരത്തെ അത്താഴപൂജ കഴിയുന്നതോടെ തീർത്ഥാടകർക്കുള്ള ദർശനം പൂർത്തിയാകും. പന്തളം കൊട്ടാരത്തിലെ മുതിർന്ന അംഗം മരണമടഞ്ഞതിനെ തുടർന്ന് പന്തളം രാജപ്രതിനിധി തിരുവാഭരണ യാത്രയ്ക്കൊപ്പം ശബരിമലയിൽ എത്തിയിട്ടില്ല. അതിനാൽ മകരവിളക്കിന് ശേഷമുള്ള ഗുരുതി ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ പന്തളം രാജപ്രതിനിധി ഇല്ലാതെയാണ് നടക്കുക. ചടങ്ങുകൾക്ക് മാറ്റം വരുത്താതെ തുടരാൻ ദേവസ്വം ബോർഡിന് പന്തളം രാജകുടുംബം അനുമതി നൽകിയിട്ടുണ്ട്. തിരുവാഭരണങ്ങൾ തിരികെ പന്തളത്തേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങിന് തൊട്ടു പിന്നാലെ രാജപ്രതിനിധി ശ്രീധർമ്മശാസ്താവിനോട് യാത്ര പറയുന്ന ചടങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്. പകരം ശ്രീകോവിലിന്റെ താക്കോൽ മേൽശാന്തിയിൽ നിന്നും ദേവസ്വം ഭാരവാഹികൾ ഏറ്റുവാങ്ങും. ശബരിമല നടയടയ്ക്കുന്ന 20-ാം തീയതി ഭക്തർക്ക് ദർശനമുണ്ടാകില്ല. കേരള വിഷൻ ന്യൂസ്, ശബരിമല സന്നിധാനം.